ഈ കുട്ടികളോട് നിങ്ങളുടെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇന്ന് വരുമ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത കഥകൾ എന്താണെന്ന് ചോദിച്ചറിയാം. നന്മയെ കുറിച്ചുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പഠന താല്പര്യം വളർത്തുന്നതേ പറഞ്ഞിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്, അതിന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന പുസ്തകമായുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ച് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഒരു ഇശൽ വരുന്നതാണ്. അതിനുവേണ്ടി അൽത്താഫ് മുസ്ലിയാരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖൽബിന്റെ കോലായ കിനാവിന്റെ മെഹ്റാബിൽ മരുപ്പക്ഷി മദീനത്തെ മദഹ് പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിന്റെ ഒളികൾ മദീനത്തെ മദഹ് പാടി വേടന്റെ വലയിൽ കുരുങ്ങിയ മാനിന് പകരത്തിന് ജാമ്യത്തിൽ നിന്നാലേ താഴത്തെ തൊടിയിലെ താങ്ങുകൾ പാടണ മദീനത്തെ മദീനത്തെ നിലാവിന്റെ ഒളികൾ അരുവിയും പാടി മദീനത്തെ മലർ തോപ്പിൽ ഒഴുകാൻ മോഹം ഖൽബിന്റെ കോലായ കിനാവിന്റെ മെഹ്റാബിൽ മരുപ്പക്ഷി മദീനത്തെ മദഹ് പാടി. അടുത്തതായി അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ജീവിതത്തിലെ ഒരു കഥയുമായി ശുഹൈബ് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും.
പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കുട്ടിക്കാലത്ത് പഠനത്തിൽ മിടുക്കനായിരുന്ന ഖാദറിനെ തുടർ പഠനത്തിന് മാതാപിതാക്കൾ വിദേശത്തേക്ക് പറഞ്ഞു വിടുകയുണ്ടായി. പോകാൻ നേരത്ത് കുഞ്ഞുമ പറഞ്ഞു, ഖാദറെ, കള്ളം പറയരുത്, ആരെന്ത് ചോദിച്ചാലും സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ് കുറച്ച് സ്വർണ്ണനാണയം ഷെയ്ഖ് അവർക്ക് നൽകി. പോകുന്ന യാത്രാവഴിയിൽ വെച്ച് കൊള്ളക്കാർ പിടികൂടുകയുണ്ടായി. അവർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണവും സ്വർണവും വെള്ളിയും പിടിച്ചുപറിച്ചു. ഷെയ്ഖ് അവர்கள் കുട്ടിയായതുകൊണ്ട് ആരും ഒന്നും ചോദിച്ചില്ല. അതിലെ കൊള്ളക്കാരുടെ തലവനായ ആൾ തമാശയ്ക്ക് ചോദിച്ചു, കുട്ടി, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അപ്പോൾ ഷെയ്ഖ് അവர்கள் പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങളുണ്ട്. കൊള്ളക്കാർ ഞെട്ടിപ്പോയി. ഞങ്ങൾ കരുതി നീ കുട്ടിയായതുകൊണ്ട് നിന്റെ കയ്യിലൊന്നുമില്ലായിരിക്കും. കുട്ടി, നീ എന്തിനാണ് സത്യം പറഞ്ഞത്? കള്ളം പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് രക്ഷപ്പെടാറുണ്ടല്ലോ. അപ്പോൾ ഷെയ്ഖ് അവர்கள் പറഞ്ഞു, കള്ളം പറയരുതെന്റുമ്മ ചൊല്ലാരെ, കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ആരെന്ത് ചോദിച്ചാലും സത്യം മാത്രമേ പറയൂ. പടച്ചവൻ കാണുന്നുണ്ട് മനുഷ്യരിൽ നിന്ന്, ശിക്ഷ ഉണ്ടാവും നാളെ എന്ന് പറഞ്ഞ് കൊള്ളക്കാരിലെ തലവനായക്ക് മനസ്സ് മാറുകയും ഇസ്ലാം ദീനിലേക്ക് കടന്നു വരികയും ചെയ്തു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ കഥ? ഇഷ്ടമായോ? എന്നാൽ നിർത്തട്ടെ. എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ പ്രമേയം ബാല്യം തിരിച്ചു തരൂ, നന്മയുടെ